അമ്മാതിരി വാണങ്ങൾ ഇവിടെ വേണ്ട. അമ്മാതിരി വർണ്ണവാണങ്ങൾക്കുള്ള അടിയിലുള്ള സ്വിച്ച് ഉണ്ട്, അൺസബ്സ്ക്രൈബ് ബട്ടൺ, അത് നോക്കി ഓടിക്കൊള്ളുക. ജാസ്മിന്റെ ഒരു പിക്ചർ കമ്പനിയിൽ ഇട്ടിട്ട് എനിക്ക് കുറച്ച് ആളുകളുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അത് 2-3 മിനിറ്റ് ഉണ്ട് മാക്സിമം ഞാൻ അത് ഒതുക്കാൻ നോക്കാം. ആ ആളുകൾ അത് മാക്സിമം അത് പറ്റെങ്കിൽ അത് ഒരു 3-4 മിനിറ്റ് ക്ഷമയോടെ ഇവിടെ സമയം ഉണ്ടെങ്കിൽ അത് കാണണമെന്ന് മാത്രമേ ആദ്യം തന്നെ പറയാനുള്ളൂ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ കുറിച്ചിട്ട് ഞാൻ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ മുമ്പേ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീനെ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ വ്യൂസ് കിട്ടുക. അത് ഓക്കെ, സത്യം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇപ്പം എന്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഞാൻ പക്ഷേ ഈ ഗൂഗിൾ ആഡ്സൻസിലൊന്നും ഞാൻ അതിനെ അപ്ലൈ ചെയ്തിട്ടില്ല. അതിനൊരു സിറ്റുവേഷൻ എനിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്ന അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീനെ മാനിക്കുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ സ്ത്രീന്റെ കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ, അതിന്റെ ആവശ്യം ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടിട്ടൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ വീഡിയോ മാത്രം കണ്ടിട്ട് അതിനൊക്കെ കമന്റ് ചെയ്തിട്ടുള്ള, ലൈക്ക് അടിച്ചിട്ടുള്ള അമ്മാതിരി വാണങ്ങളുണ്ടല്ലോ, ആ വാണങ്ങളെടുത്താണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയുള്ള ഈ വേർഡ്സ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറയുന്നതും ഇറങ്ങി ഓടാൻ വേണ്ടി പറയുന്നത് പോണതൊക്കെ ഈ പറയുന്ന ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ട് മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ മാത്രം കേട്ടോ, അല്ലാത്തൊരു ടീമിനും അല്ലെങ്കിൽ ഒരു കുത്തിനും ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ജാസ്മിന്റെ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുടെ മാത്രമേ പറയുള്ളൂ. ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഓടടാ, ഇറങ്ങിപ്പോ, അൺസബ്സ്ക്രൈബ് ബട്ടൺ അടിയിലുണ്ട്, ഇറങ്ങി ഓടുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ചാനൽ മോണിറ്റൈസ് ആയി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഗൂഗിളിൽ ഈ എന്താ പറയാ ആഡ്സൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഈ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ അതൊരു പരാജയം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഒരു കുറ്റോ തെറ്റായിട്ടൊന്നല്ല ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എന്താ പറയാ അതിന്റെ പരിഭവം അല്ലെങ്കിൽ നിരാശ അത്രമാത്രം കരുതി മതി. ഞാൻ നിരാശപ്പെടുന്ന ആളാ, അല്ലാതെ ഞാനും മനുഷ്യനല്ലാതെ ഇരിക്കണ്ടേ അതിനൊക്കെ. അപ്പൊ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജാസ്മിനെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എന്റെ സത്യത്തിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ലൈക്ക് അടിക്കുന്നതൊക്കെ. പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്, ഇത് ഇവര് നേരം തുന്നുന്നത് അന്നം തന്നെ ആണോ? ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും വിഷമോ സങ്കടം ദേഷ്യം വെറുപ്പോ ഒന്നും എന്താ വേണ്ടി ചോദിക്കണമെന്നല്ല. ഇത് ഓക്കെ, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഈ ജാസ്മിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ അത് മാത്രം ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ടല്ലോ. ഞാൻ അതേപോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഓക്കെ എന്റെ അടുത്ത് ഏരിയ രീതിയിൽ ഒന്നാമത് എന്റെ റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്റെ ഈ ഫേസ് കാണുമ്പോൾ കുറെ ആളുകൾക്ക് എന്തോ ഒരു തരം ഒരു ഇതാണ്. അത് എനിക്കറിയാം, ഞാനത് അനുഭവിക്കലുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത് ഞാൻ അതിന് മരുന്നും കൊടുക്കലുണ്ട്. അത് വർത്താനത്ത് കൂടിയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറഞ്ഞ രീതിയിൽ ഓക്കെ ഞാൻ അതിനുള്ള മരുന്ന് ഞാൻ കൊടുക്കലുണ്ട്. അത് റിയൽ ലൈഫിൽ എന്താ പറയുക, എന്നെ കാണുമ്പോൾ വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും ദേഷ്യവും ഒരാളെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അല്ല, എനിക്ക് മനസ്സിലാവും, അത് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. വെറുതെ ഒരു സെൽഫ് ഒരു നേരം പോലും കണ്ടു പരിചയമൊന്നുമില്ല, പക്ഷെ ഒരു ഫേസ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ലൈക്ക് പോലും അടിക്കാൻ അത്രയും പ്രയാസമാണ്. ചിലപ്പോൾ ഒരു 10-60 വ്യൂസ് അല്ലെങ്കിൽ 100 വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടലുണ്ട്. എന്നാലും ലൈക്ക് അടിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് സബ്സ്ക്രൈബ്സ് മാത്രമാണ് കാണണമെന്നല്ല. ഈ എന്താ പറയാ ഈ യൂട്യൂബിനെ സജസ്റ്റ് ചെയ്തുകൊണ്ട് കുറെ ആളുടെ മുമ്പിലേക്ക് അങ്ങനെ വീഡിയോ പോകുമ്പോൾ അവർ ഇങ്ങനെ എന്താ പറയാ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഞാനതൊരു കുറ്റമായിട്ട് ഞാൻ ആദ്യം പറയുന്നില്ല. പക്ഷെ ഈ എനിക്ക് ഒരുപാട് മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് അങ്ങനെ ആ രീതിയിലുള്ള സബ്സ്ക്രൈബ്സ് കൗണ്ടോ അല്ലെങ്കിൽ വ്യൂസ് കൗണ്ടോ ഒന്നും എനിക്കില്ല. ചിലപ്പോൾ ഒരു 10, 20, 30 ആളുകൾ കണ്ടാലായി. പക്ഷെ ചില ദിവസങ്ങളൊക്കെ ഒരു വീഡിയോ അത് അങ്ങനെയാണല്ലോ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബർമാരൊക്കെ അനുഭവിക്കുന്ന ഒരു കേസായിരിക്കും ആ സംഭവമൊക്കെ. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു വ്യൂസ് പോലും ഉണ്ടാവുന്നില്ല. ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഈ സ്ത്രീനെ കുറിച്ച്. അതാണ് ഞാനിപ്പോൾ ആ സ്ത്രീന്റെ കമ്പനിയിൽ ഇവിടെ യൂസ് ചെയ്യാനുള്ള ഒരു കാരണമൊക്കെ. ഈ സ്ത്രീനെ കുറിച്ച് എന്തെങ്കിലും ഒരു സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും അവൾ വെറുക്കുന്ന ആളുകളാണെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വെക്കും. അത് ജാസ്മിൻ എന്ന് പറഞ്ഞ ആളുടെ വലിയ മഹാ കഴിവാണ്. അത് ആ മഹദിയാം ആ ഒരു ആളുടെ ഭയങ്കര ഒരു ഇതാണ്, അത് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ട് ഒരു രീതിയിലുള്ള വെറുപ്പോ ദേഷ്യമോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സാധനം ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് എനിക്കില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ് എന്താണെന്നുണ്ടെങ്കിലും. അപ്പം ഇതുപോലെ തന്നെ റിയൽ ലൈഫിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടാത്തത്, ഇപ്പൊ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് മുഖത്ത് കൊട്ടിയിട്ട് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിനൊരു രീതി ഉണ്ടാവില്ല. ചിലപ്പോൾ ചിരിച്ച് കളിച്ച് തമാശ കൂടി പറയേണ്ട കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ മുഖത്ത് അടിച്ച് ആ രീതിയിൽ പറയേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മുഖത്തേക്ക് തുപ്പിയിട്ട് ആ രീതിയിൽ പറയേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പം ഓരോ രീതിയിൽ പറയുമ്പോൾ ചില ആളുകൾക്ക് നമ്മളടുത്ത് എന്തെങ്കിലും വെറുപ്പ് ദേഷ്യം അതല്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ സങ്കടം തോന്നും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് എന്താണെന്ന് അറിയാം, യൂട്യൂബിലാണെങ്കിലും എന്റെ സ്ഥിതി അതാ. എന്റെ മുഖം കാണുമ്പോൾ ചില ആളുകൾക്ക് എന്തോ ഒരു ഇതാണ്, ഞാനത് ഫീൽ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അതിലെനിക്ക് ആരുടെ ഒരു പരാതിയോ പരിഭവം ഇല്ല. പക്ഷെ എന്നാലും ഒരു കൂട്ടി വീഡിയോ ആണെങ്കിൽ ഞാൻ ദിവസം വീഡിയോ ഇടാം. അങ്ങനെ തളർത്താനും തമർത്താനും നോക്കണ്ട, തളർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞ പാലസ്തീൻ ആണ് ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഇത് എനിക്ക് പറയണം തോന്നിയത് കൊണ്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞാൻ സ്ക്രീൻഷോട്ട് അവിടെ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ അതിന് അപ്ലൈ ചെയ്തിട്ടില്ല. ഈ 1-2 വ്യൂസും വെച്ച് ഈ ഒരു സാധനത്തിലേക്ക് ഞാൻ ഈ ഒരു ഇതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് ആഡ്സൻസിൽ കയറിയിട്ട് എനിക്ക് വരുമാനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 3-4 കൊല്ലങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കേണ്ടി വരില്ലേ? അതിന്റെ ആവശ്യമില്ലേ? അതെന്നാണെന്നുണ്ടെങ്കിലും പടച്ചോൻ എന്ന സംഭവത്തിൽ വിശ്വസിക്കുന്ന ഒരാളെന്നാണ്. പക്ഷെ പടച്ചോനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കെടുക്കൊരു ഊക്കല് അല്ലെങ്കിൽ അത് ഓക്കെ അതെന്റെ ധാരണ ആയിരിക്കും. അത് എന്താ പറയാ, അത് ഇപ്പൊ നമ്മൾ ഈ ദൈവം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ട്, ചില ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരിക്കും, ചില ആളുകൾക്ക് അത് സമാധാനമാണ്. അതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് അറിയുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രതീക്ഷയാണ്, സമാധാനം സന്തോഷം ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ലൈഫിൽ എപ്പോഴും ഒറ്റപ്പെട്ടിരുന്ന ഒരാളാണ്. എപ്പോഴും ഏതൊരു രീതിയിലാണെങ്കിലും ഞാൻ ഒറ്റപ്പെട്ട് പോകും. എനിക്കറിയാം അതിനൊക്കെയുള്ള ഒരു സാധനം എനിക്ക് എന്റെ ദൈവം തന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, അതിനുള്ളൊരു ഇത് എന്താ പറയാ, അതിനുള്ള ഒരു ആംപിയറോ അല്ലെങ്കിൽ കപ്പാസിറ്റിയോ അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ.
ഏതെന്നാണെന്നുണ്ടെങ്കിൽ ഒരു ഉള്ളിപ്പുണ്ട് അന്ന നിന്ന ആളുകൾ ഇറങ്ങി ഓർഡറായി ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, അങ്ങനെയുള്ള ഒരു വേർഡ്സ് വാക്കൊന്നും. ഏതായാലും എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആളുകളല്ല ഈ ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണെങ്കിലും. പക്ഷെ ഒരൊറ്റ കൂട്ടി വേറെ ഏതെങ്കിലും വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ? അമ്മാതിരി ആളുകളൊന്നും ഇവിടെ നിൽക്കണ്ട, ഓടിക്കണം ഇവിടെ ഇറങ്ങിയാണ്ട് ഉൾപ്പുള്ള നല്ല അന്നം നിന്ന ആളുകളാണ്, തീട്ട നിന്ന ആളുകൾ ഇറങ്ങി ഓടുക. അങ്ങനത്തെ ഒരൊറ്റ കുട്ടിയും ഇവിടെ നിൽക്കണ്ട. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമോ വിഷമോ ദേഷ്യമോ വെറുപ്പോ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആത്മാവ് അടുത്ത് സോറി പറയാണ്. ഈ അൺസബ്സ്ക്രൈബ് ചെയ്യണോട്ടെ ഈ ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ ജാസ്മിൻ ഇനി ഞാൻ കുറ്റം പറയും, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെ ആണ് എന്നൊക്കെ വിചാരിച്ച് കണ്ടാണ് ഞാൻ ഒരു ഈ പറയുന്ന ഇനിയും ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ തുറന്നു കൊണ്ടുപോകണമെന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു അൺസബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ വേറെ കുറെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറെ ഷോർട്സ് ആണെങ്കിൽ വീഡിയോസ് കുറെ സബ്സ്ക്രൈബ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവരൊന്നും ഇതിൽ പെടൂല കേട്ടോ. അല്ലാത്ത ടീംസിന്റെ അടുത്ത് ഈ ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളായിട്ട് മാത്രമേ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു, അല്ലാത്ത ഒരാളും ഇതിൽ പെടുന്നതല്ല. അമ്മാതിരി വാണങ്ങൾ ഇവിടെ വേണ്ട. അമ്മാതിരി വർണ്ണവാണങ്ങൾക്കുള്ള അടിയിലുള്ള സ്വിച്ച് ഉണ്ട്, അൺസബ്സ്ക്രൈബ് ബട്ടൺ, അതിലേക്ക് ഓടിക്കൊള്ളുക.